ഔലിയാക്കളെന്ന് പറഞ്ഞുകൊണ്ട് സൂഫി മതം ഈ സമൂഹത്തിന്റെ മുമ്പിൽ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ അവസ്ഥ എത്രത്തോളം അനിസ്ലാമികമാണ് എന്നും ഇസ്ലാമും അവരുമായി ഒരു ബന്ധവുമില്ല എന്നും പലപ്പോഴായി പല ഉദാഹരണങ്ങളിലൂടെ നമ്മൾ കേൾക്കുന്നവരാണ്. നിങ്ങൾ നോക്കൂ, നമ്മുടെ നാടുകളിൽ ഇന്ന് എല്ലാവരും ധാരാളമായി ആളുകളെ വഴിപിഴപ്പിക്കുവാൻ വേണ്ടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണല്ലോ കോഴിക്കോട്ട് മടവൂർക്കാരനായ CM എന്ന് പറയുന്ന ആ വ്യക്തി. അദ്ദേഹത്തെക്കുറിച്ച് നിറം പിടിപ്പിച്ച നുണകളും വർണ്ണനകളും അതിരുകവിഞ്ഞ വിധത്തിലുള്ള സവിശേഷതകളും എല്ലാമാണല്ലോ സമൂഹത്തിന്റെ മുമ്പിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലോകം മുഴുവൻ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന, സദാ കണ്ട് കേട്ട് എല്ലാത്തിനെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന മുദബ്ബിറുൽ ആലം എന്നൊക്കെയുള്ള വിശേഷണങ്ങൾ പറഞ്ഞ് കടുത്ത ശിർക്കിന്റെയും കുഫറിന്റെയും വിശ്വാസമാണല്ലോ ഇവർ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതേതെങ്കിലും ഒരു കാലഘട്ടത്തിൽ മാത്രമല്ല, ദിനേന എന്നോണം പുതിയ പുതിയ വെളിപ്പെടുത്തലുകളും പുതിയ പുതിയ കറാമത്തുകളും പുതിയ പുതിയ രൂപത്തിലുള്ള പ്രചരണങ്ങളും ഇവർ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ സമൂഹത്തെ എത്രമാത്രം ബോധവൽക്കരിച്ചാലും അധികമാവാത്ത നിലക്കാണ് ഇത്തരത്തിലുള്ള ശിർക്കും കുഫറും പ്രചരിപ്പിക്കുന്ന പുരോഹിതന്മാരുടെ ഈ മേഖലയിലുള്ള പ്രവർത്തനങ്ങൾ എന്നുള്ളത് ഗൗരവത്തോടെയാണ് വിശ്വാസികൾ മനസ്സിലാക്കേണ്ടത്. സഹോദരങ്ങളെ, ഇപ്പോൾ CM മടവൂരിനെ കുറിച്ച് സമൂഹത്തിന്റെ മുമ്പിൽ ഇങ്ങനെ ഓരോരുത്തരെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. അയാളുടെ ജീവിതകാലത്ത് അയാളുമായി ബന്ധപ്പെട്ടവരെയൊക്കെ തെരഞ്ഞുപിടിച്ച് അവരുടെയൊക്കെ വീടുകളിലെത്തി അവരുമായി ഇന്റർവ്യൂ നടത്തുവാനായി മാത്രം ഒരു മുസ്ലിയാർ ഇങ്ങനെ ഇറങ്ങി നടക്കുകയാണ്. ആ മുസ്ലിയാർക്കും ബിരുദമുണ്ട് പോലും, ലത്തീഫിയാണെന്നാണ് പറയുന്നത്. ഒരു അറബിക് കോളേജിലെ ബിരുദം നേടി കിതാബോധി പഠിച്ചു എന്ന് പറയുന്ന മുസ്ലിയാര്, ആ മുസ്ലിയാര് പല സാധാരണക്കാരെയും വലിയ പണ്ഡിതന്മാരെയും വലിയ മുദരിസുമാരെയും ഒക്കെ ഇന്റർവ്യൂ നടത്തിക്കൊണ്ട് അങ്ങനെ മുന്നേറുകയാണ്. അയാള് എന്തിനാണ് കിതാബോധിയത്? ആർക്ക് തെളിവുണ്ടാക്കാനാണ് ഈ മുസ്ലിയാക്കന്മാര് കിതാബോധി പഠിച്ചത്? അള്ളാഹുവിന്റെ ദീനിന് തെളിവുണ്ടാക്കുവാനും റബ്ബിന്റെ ദീന് സമൂഹത്തിനിടയിൽ കൃത്യമായി പ്രചരിപ്പിക്കുവാനുമാണോ ഇവർ കിതാബോധിയത്? അല്ല എന്ന കാര്യത്തിൽ സംശയിക്കാനേയില്ല. ഇബ്ലീസിന് ന്യായമുണ്ടാക്കുവാനും ഇബ്ലീസ് സമൂഹത്തിൽ പടച്ചുവിടുന്ന ആദർശങ്ങൾക്ക് ഒപ്പിച്ചുകൊണ്ട് പ്രമാണങ്ങളെ അന്യഥാ വ്യാഖ്യാനിക്കുവാനും ദുർവ്യാഖ്യാനിക്കുവാനുമൊക്കെ കച്ചകെട്ടി ഇറങ്ങിയിട്ടുള്ളൊരു വർഗമാണ് ഈ പുരോഹിത വർഗം എന്നുള്ള കാര്യത്തിൽ നമ്മൾ സംശയിക്കേണ്ടതില്ല. നോക്കൂ നിങ്ങൾ, ഓരോ കാലഘട്ടത്തിലും ഇവർ സമൂഹത്തോട് പറയുന്നത് CMനെ, ഈ വ്യക്തിത്വത്തെ അങ്ങനെ പുകഴ്ത്തി പുകഴ്ത്തി പറയാൻ വേണ്ടി ഓരോരുത്തരെ പോയി കാണുകയാണ്. ഒരു മുസ്ലിയാര്, ഈ മുസ്ലിയാരതാ മറ്റൊരാളെ പോയി കാണുന്നു. ആ ആളെ പോയി കാണുമ്പോൾ അയാളുടെ ജീവിതത്തിലുണ്ടായ കുറേ കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ അയാൾ പറയുന്ന ഒരു കാര്യമുണ്ട്. അതെന്താ? അപ്പോൾ എണ്ണ എടുത്തിട്ട് മൂപ്പർ കയ്യിൽ വാറിട്ട് മൂപ്പറിന്റെ തലയിൽ വെച്ച് ബഹുമാനപ്പെട്ടവര് തൈലവും കുപ്പി അവിടെ വെച്ച് ഒരു പാത്രത്തിൽ പ്ലേറ്റ് കൊണ്ടുവന്ന പ്ലേറ്റിൽ ഞാൻ ഒഴിക്കാൻ പറഞ്ഞത് ഒഴിച്ച് അവിടെ നിന്ന് ഞാൻ ഈ തൈലം എടുത്ത് കഴുത്തിൻ്റെ പരളി വള്ളി മുതൽ നേരെ ചുറ്റി കാലിൻ്റെ ചുണ്ടും പരൽ വരെ തേച്ചു കൊടുത്ത് കൈ കൊണ്ട് തേച്ച്. എന്തൊരു തൗഫീഖൊക്കെ ഉള്ളത്! ചെമ്പരത്തി പൂവിൻ്റെ മാതിരിയുള്ള ചുവപ്പ് നിറത്തിലുള്ള മനസ്സിലായില്ല. ദേഹം നല്ല പുഷ്പത്തിൻ്റെ പഞ്ഞി പുഷ്പത്തിൻ്റെ ഒരു പ്രകൃതിയിലുള്ള കൈകൊണ്ട് ശരീരം ചെമ്പരത്തി പൂവല്ലേ. അങ്ങനെയെല്ലാം കഴിഞ്ഞ് ചുണ്ടും വിരൽ വരെ തേച്ച്. എനിക്ക് ശരീരം മുഴുവൻ കാണാനും തൊടാനൊക്കെ ഭാഗ്യം കിട്ടുമല്ലോ. നിങ്ങൾക്ക് ആ ശരീരം കാണാൻ അത് തൊടാന് ഒരു തൂഫീക്കല്ലേ, ഉറപ്പല്ലേ. നരകം എന്തായാലും തൊടൂലല്ലോ. ശൈഖുനാടെ കൈ തൊട്ടല്ലേ, ശരീരം തൊട്ടല്ലേ. എന്നെ കണ്ടവരൊക്കെ ഭാഗ്യവാന്മാരാണെന്ന് ശൈഖുന പറഞ്ഞതല്ലേ. അയാൾ പറയുന്നത്, അയാൾ ഇങ്ങനെ CM മടവൂരിന് ഖിദ്മത്ത് ചെയ്തു. ഖിദ്മത്ത് ചെയ്തപ്പോ എണ്ണ തേപ്പിച്ച് അദ്ദേഹത്തിന്റെ ശരീരത്തിലൊക്കെ ഒന്ന് തിരുമ്മിക്കൊടുത്തു, എണ്ണ കൊണ്ട് തൈലം കൊണ്ട് തടവിക്കൊടുത്തു. അപ്പോ ആ കഴുത്തിന്റെ ഞരമ്പ് മുതൽ കാലിന്റെ പെരുവിരൽ വരെ
ഇയാൾക്ക് തടവാനും തൊടാനും ഒക്കെ സാധിച്ചു എന്നുള്ളതാണ് അയാളുടെ പോരിശ. അയാൾ അതൊക്കെ ഇങ്ങനെ പറയുന്നതിൻ്റെ ഇടക്ക് ഈ ഇന്റർവ്യൂ നടത്തുന്ന മുസ്ലിയാരുണ്ടല്ലോ, കിതാബോധി എന്ന് പറയുന്ന ഈ മുസ്ലിയാര്, ആ മുസ്ലിയാര് ഉടനെ ഇടക്ക് കയറിയിട്ട് പറയുന്നുണ്ട്, ഓ നിങ്ങൾ വല്ലാത്തൊരു തൗഫീഖുള്ള മനുഷ്യനാണ്, നിങ്ങൾ എന്തൊരു തൗഫീഖുള്ള ആളാണ്, CM-നെയൊക്കെ കാണാൻ കിട്ടുക, തൊടാൻ കിട്ടുക, ആ ശരീരം മുഴുവനും നിങ്ങൾക്ക് കാണാൻ കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ എത്രത്തോളം വലിയ ഒരു തൗഫീഖാണത്. കാരണം എന്താ കാരണം? നരകം നിഷിദ്ധായില്ലേ. നിങ്ങൾക്ക് നരകം എന്തായാലും കിട്ടൂലല്ലോ, എന്തായാലും നരകങ്ങൾ തൊടൂല. കാരണം എന്താണ്? ശൈഖുനാന്റെ കൈ തൊട്ടാൽ, ശരീരത്തൊട്ടാൽ മാത്രല്ല, ശൈഖുന പറഞ്ഞിട്ടുണ്ട് ഇത്ര, CM മടവൂര് പറഞ്ഞിട്ടുണ്ട് ഇത്ര, എന്നെ കണ്ടവരൊക്കെ ഭാഗ്യവാന്മാരാണ് എന്ന് ശൈഖുന പറഞ്ഞതല്ലേ. എന്നെ കണ്ടവരൊക്കെ കണ്ടവര് ഭാഗ്യവാന്മാരാണ്, കണ്ടവര് സ്വർഗത്തിലാണ്, തൊട്ടവര് സ്വർഗത്തിലാണ്. അതുപോലെ ആ ശരീരം കണ്ടവരും തൊട്ടവരും ഒക്കെ അവർക്കൊക്കെ കാണാനും തൊടാനും സൗഭാഗ്യം കിട്ടിയാൽ പിന്നെ നരകം പിന്നെ നിഷിദ്ധാണ്. സഹോദരന്മാരെ ആലോചിച്ചു നോക്കൂ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലെങ്കിലും അവിടുന്ന് ഈ സമൂഹത്തോട് പറഞ്ഞിട്ടുണ്ടോ, സഹാബിമാരെ എന്നെ കണ്ടവർക്ക് നരകം നിഷിദ്ധമാണെന്ന്, എന്റെ ശരീരത്തെ തൊട്ടവർക്ക് നരകം നിഷിദ്ധമാണെന്ന്? അവിടുത്തേക്കത് പറയാനുള്ള ഏറ്റവും വലിയ അർഹതയുള്ള വ്യക്തിത്വമായിരുന്നില്ലേ? അവിടുന്ന് അത് പറഞ്ഞില്ല. അള്ളാഹുവിന്റെ റസൂലിന് വഹി അറിയിച്ചു കൊടുത്തതാണ് അവിടുന്ന് സമൂഹത്തോട് പറയുക. അവിടുന്ന് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു വചനമുണ്ടായിരുന്നുവെങ്കിൽ നമ്മൾ വിശ്വസിക്കുമായിരുന്നു. അള്ളാഹുവിന്റെ റസൂല് അവിടുത്തെ ശരീരത്തെ തൊട്ടവരോട് പോലും കണ്ടവരോട് പോലും നിങ്ങൾക്കൊക്കെ അത് കാരണത്താൽ നരകം നിഷിദ്ധമാണെന്നൊരിക്കലും പറഞ്ഞിട്ടില്ല. ആലോചിച്ചു നോക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കിടപ്പറ പങ്കിട്ടവരാണ് അവിടുത്തെ ഭാര്യമാർ. ആ ഭാര്യമാരോട് അവിടുന്ന് പറഞ്ഞോ, നിങ്ങൾ എൻ്റെ ശരീരം തൊട്ടവരാണ്, ആലിംഗനം ചെയ്തവരാണ്, കൂടെ ശയിച്ചവരാണ്, നിങ്ങൾക്കൊക്കെ അത് മതി, നിങ്ങളുടെ ശരീരം നരകത്തിൽ നിന്ന് നിഷിദ്ധമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവോ? മകളായ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞുവോ? എന്താ ഫാത്തിമ ബീവിയോട് പറഞ്ഞത്? നിന്റെ ശരീരത്തെ നീ നരകാഗ്നിയിൽ നിന്ന് കാത്തുകൊള്ളണം എന്ന് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ആ മോളുടെ കരം കൊണ്ട് എത്രയാണ് പ്രവാചകനെ തൊട്ടത്, ആലിംഗനം ചെയ്തത്, തുരുതുരാ ചുംബിച്ചത് ഉപ്പയെ. അവിടുന്ന് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ആലോചിച്ചു നോക്ക്. എന്നിട്ട് ഈ ആളുകൾ ഇങ്ങനെ പറഞ്ഞു നടക്കേണ്ടത് CM മടവൂരിനെ ഇങ്ങനെ തൊടുക കാണുകയൊക്കെ ചെയ്താൽ പിന്നെ സ്വർഗം ഉറപ്പായില്ലേ, ഇനി നരകം കിട്ടൂല, ഇനി നരകം തൊടൂല എന്ന് ഉറപ്പായില്ലേ, നിങ്ങളൊക്കെ എന്ത് തൗഫീഖുള്ള മനുഷ്യനാണ് എന്ന് പറഞ്ഞിട്ട് ആ സാധാരണക്കാരായ മനുഷ്യനോട് ഇങ്ങനെ ഈ മുസ്ലിയാരി, കിതാബോധി എന്ന് പറയുന്ന മുസ്ലിയാരി ഇബ്ലീസിന് തെളിവുണ്ടാക്കുന്ന കാര്യത്തിലുള്ള പ്രോത്സാഹന വാക്കുകൾ പറയുകയാണ്. സഹോദരന്മാരെ ആലോചിച്ച് നോക്കണം. ആരാ ഇയാള്? ഈ CM മടവൂര് ആരാ? അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താ? എപ്പോഴും നമ്മൾ കേൾക്കുന്നൊരു കാര്യമാണ്, നിസ്കാരം ഉണ്ടായിരുന്നില്ല. ഇയാളുടെ പ്രത്യേക കാലഘട്ടത്തിൽ ഇയാൾക്ക് നിസ്കാരം ഒഴിവാക്കി കൊണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് വേറൊരു മുസ്ലിയാർ, അതാണ് വലിയ അത്ഭുതം. ഒരു വലിയ മുദരിസുമായിട്ട് ഇതേ മുസ്ലിയാർ ഒരു ഇന്റർവ്യൂ നടത്തുന്നുണ്ട്. അയാൾ മുദരിസാണത്രേ. അവരുടെ ഒരു അറബി കോളേജിലെ വലിയ വിദ്യാർത്ഥികൾക്ക് ദർസ് നടത്തുന്ന ഒരു മുദരിസ് എന്ന പേരിൽ കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുള്ള ഒരാളുമായിട്ട് ഈ മുസ്ലിയാർ ഇന്റർവ്യൂ നടത്തുമ്പോൾ അയാളുടെ അനുഭവങ്ങൾ ഇങ്ങനെ പറയുന്നതിനിടയ്ക്ക് അയാൾ പറയുന്നത് എന്താ, മാനന്തവാടിയിൽ ഇത് ഒരു ഹാജിയാർ ഇയാളെയും കൂട്ടിയിട്ട് ഇങ്ങനെ പോരുമ്പോ ഇടക്ക് ഇയാളുള്ള പള്ളിയിൽ വന്നോരോ ഇവരെ കാർ അവിടെ വന്ന് നിർത്തി വണ്ടി. അങ്ങനെ അവര് പള്ളിയിലേക്ക് കയറുമ്പോ ഇദ്ദേഹം ഈ കൂടെയുള്ള ഏതോ ഒരു ഹാജിയാണ്, ആ ഉസ്മാൻ ഹാജിയോ ഏതോ ഒരു ഹാജിയോട് ഈ മുസ്ലിയാർ ചോദിച്ചു, അത്ര എല്ലാം കൂടെ നിസ്കരിച്ചിട്ടില്ലല്ലോ, നിസ്കരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല, നിസ്കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എന്നാ ഓറോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. ബഹുമാനത്തോടുകൂടെ CM-നെ കുറിച്ചാണ് ഈ ഓറ് എന്ന്. അപ്പൊ ഈ ഹാജിയാർ പറഞ്ഞു എന്ത്, ഈ മൗലിയാരോട് ഞാൻ ഓറോട് ചോദിക്കട്ടെ, നിസ്കരിക്കണ്ടേ എന്ന് ചോദിക്കട്ടെ. അപ്പൊ CM മടവൂരിനോട് പോയിട്ട് ഈ ഹാജിയാർ ചോദിച്ചു, നമ്മൾ നിസ്കരിക്കല്ലേ പള്ളിന്നാത് സംഭവം? അപ്പൊ അയാൾ പറഞ്ഞോലോ, നിങ്ങൾ നിസ്കരിച്ചോളി, നിങ്ങൾ നിസ്കരിച്ചോളി, ഇച്ചങ്ങായിക്കത് ബാധകല്ലാന്ന്. അങ്ങനെ കൂടെ വന്നോരൊക്കെ നിസ്കരിച്ചു. ഇയാൾ എന്ത് ചെയ്തു? ഈ മുദരിസ് എന്ന് പറയുന്ന ആളുണ്ടല്ലോ, അയാളുടെ റൂമിലേക്കാണ് കയറിയത്. മുദരിസും കയറി കൂടെ. എന്നിട്ട് മുദരിസിനോട് കയറിയ പാട് പറഞ്ഞു, വാതിലങ്ങട്ട് അടച്ചളാൻ. കതകങ്ങടച്ചു. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു 10-20 മിനിറ്റ് അവർ രണ്ടാളും ഒറ്റക്കാത്രേ. അങ്ങനെ ഒറ്റക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്താണ്, ഒരുപാട് നസീഹത്തുകൾ എനിക്കിങ്ങനെ തന്നു മൂപ്പരിങ്ങനെ ഒരു 10-20 മിനിറ്റോളം എനിക്ക് കുറേ നസീഹത്ത് ഉപദേശങ്ങൾ തന്നു.
കുടുംബകാര്യങ്ങൾ പറഞ്ഞു, വ്യക്തിപരമായ കാര്യങ്ങൾ പറഞ്ഞു, അങ്ങനെ കുറേ നസീഹത്തൊക്കെ പറഞ്ഞു. അവസാനം എന്ത് ചെയ്തു? എൻ്റെ നെഞ്ചത്ത് കൈവച്ചിട്ട് മൂപ്പര് പറഞ്ഞു കൊടുത്തു, എന്ത് യാ ലത്തീഫ് യാ അല്ലാഹ് എന്ന് 120 തവണ രാവിലെയും 120 തവണ വൈകുന്നേരവും ചൊല്ലിക്കോ എന്നെനിക്കൊരു ദിക്റും പഠിപ്പിച്ചു തന്നു CM. നിസ്കരിക്കാത്തൊരു കള്ളൻ, നിസ്കരിക്കാത്തൊരു വ്യാജൻ, അയാള് ഉള്ളിൽ കയറി പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി മറ്റുള്ളവർ ഒപ്പം വന്നവർ നിസ്കരിക്കാൻ പോകുമ്പോൾ പോലും അവരുടെ കൂടെ വന്ന് നിസ്കരിക്കാതെ ഈ മുദരിസിന്റെ റൂമിലേക്ക് കയറി മുദരിസു ഇയാൾ ഒറ്റക്കിരുന്ന് കഥകടച്ച് അവിടെ ഇരുന്നിട്ട് ഇയാൾക്ക് ലാ ലത്തീഫ് എന്ന ദിക്റ് ചൊല്ലി കൊടുക്കുകയാണ്. ഇത് ഈ മുദരിസ് വലിയ അഭിമാനത്തോടു കൂടെ പറയാണ്. എന്തിനാണ് ഇത്തരം മുദരിസുമാര് കിതാബ് ഓതിയത്? അന്ന് അവിടെ ഒരു ദിവസം ഞങ്ങൾ ബോറിസ്കരിച്ച് എല്ലാവരും പള്ളിയിൽ നിന്ന് പോയി, ഞാൻ മാത്രം പള്ളിയിലുള്ളൂ ഉച്ച സമയത്ത്. അപ്പം ആ പള്ളീൻ്റെ മുന്നിൽ കാർ വന്ന് നിർത്തിയപ്പോൾ മാനന്തവാടി PV ഉസ്മാൻ അജിൻ്റെ കാട ചെറുക്കാരൻ മൂപ്പര് CM-ന്റെ മുഖറബായിരുന്നു. ഇല്ല, മരിച്ചുപോയി. അവിടെ മാനന്തവാടി കച്ചവടമുള്ള ആളായിരുന്നു. അവിടെ നാട്ടിലേക്ക് കൊണ്ടുപോവാണ് CM-നെ. പിന്നെ കാളച്ചർക്ക് അവൻ മൂത്തൊഴിക്കാൻ വേണ്ടി നിൽക്കുന്ന പള്ളീൻ്റെ അടുത്ത് ഇറങ്ങിയതാ. CM ഉണ്ട്, 2-3 ആളുടെ കൂടെ. ഞാൻ അവിടെ ചെന്ന് ഇറങ്ങി ഉടനെ ഞാൻ വെള്ളം കൊണ്ടുകൊടുത്ത് CM-ന് വെള്ളം കൊടുത്തോണ്ട് ഞാൻ ഉസ്മാൻ ചോദിച്ചു, നിസ്കരിച്ചിട്ടല്ലേ പോകുന്നത് എന്ന് വെച്ചു. പൂർണ്ണം നിസ്കരിച്ച് വരാനായിട്ടില്ല മാനന്തവാടിന്ന്, നിസ്കരിച്ചിട്ടല്ലേ പോകുന്നതെന്ന് വെച്ചു. അവനോട് ഞാൻ ഓറോടും ചോദിക്കട്ടെ, വടക്കര ഭാഷയിൽ പറഞ്ഞ് ഓറോടും ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. ഉസ്മാനായി ചോദിച്ചു, നമ്മൾ നിസ്കരിച്ച് പോയാലോടിയെന്ന് വെച്ചു. CM പറഞ്ഞായിക്കോട്ടെ, നിങ്ങൾ നിസ്കരിച്ചോണ്ട് ഞാൻ ഇവിടെ ഇരിക്കാമെന്ന് അവരോട്. നിങ്ങൾ നിസ്കരിച്ചോണ്ട് ഞാൻ ഇവിടെ ഇരുന്നോളാം. അങ്ങനെ CM എൻ്റെ റൂമിൽ വന്നു. അങ്ങനെ ഞാൻ റൂമൊക്കെ കിടന്നവനോട് പറഞ്ഞ വായിലടച്ചളിയുന്നു. ഞാനും CM മാത്രം റൂമിൽ ഒരു 20 മിനിറ്റ് നേരം ഞങ്ങൾ രണ്ട് മാത്രമേ ഉള്ളൂ. അവിടെ വെച്ചിട്ട് എന്നോട് കുറേ നസീഹത്തുകൾ, നാട്ടിനെ പറ്റിയും വീട്ടിനെ പറ്റിയും കുടുംബത്തെ പറ്റിയൊക്കെ ചോദിച്ചു, അന്വേഷിച്ചു, കുറേ നസീഹത്തുകൾ ചെയ്തു. ആ കൂട്ടത്തിൽ എന്നോട് പറഞ്ഞു, ഇങ്ങനെ എൻ്റെ നെഞ്ചത്ത് ഇങ്ങനെ കൈവച്ചിനോട് പറഞ്ഞ് യാ ലത്തീഫ് യാ അല്ലാഹ് എന്ന് 120 വട്ടം രാവിലെ മേലെ ചെല്ലണം. 120 വട്ടം യാ ലത്തീഫ് യാ അല്ലാഹ് രാവിലെ 120 വട്ടം, വൈകുന്നേരം 120 വട്ടം പതിവാക്കണം എന്നാണ്. ഇവരൊക്കെ ആർക്ക് തെളിവുണ്ടാക്കാനാണ് കിതാബ് ഓതിയത്? നിസ്കരിക്കാതെ ഒരാൾ ഇരിക്കുന്നിട്ട് അയാൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ദിക്ർ യാ ലത്തീഫ് യാ അല്ലാഹ് നെഞ്ചത്ത് കൈവച്ചിട്ട് അയാൾക്ക് ഇങ്ങനെ ചൊല്ലിക്കൊടുക്കുക. ഇത് നീ വിടാതെ പിന്തുടരണം രാവിലെയും വൈകുന്നേരം. നിസ്കരിക്കാത്ത കള്ളന്റെ വ്യാജന്റെ അവൻ ആ വാക്കും കേട്ടിട്ട് ഒരു ദിക്റും, ഇത് നീ 120 വട്ടം അങ്ങനെ യാ ലത്തീഫ് യാ അല്ലാഹ് എന്ന് പറഞ്ഞിട്ട്. എന്ത് ഇസ്ലാമാണ് സഹോദരങ്ങളെ ഇതൊക്കെ? ആലോചിക്കൂ സുഹൃത്തുക്കളെ ഗൗരവത്തോടുകൂടെ. എന്തിനാണ് ഇവരൊക്കെ കിതാബ് ഓതിയ? ആർക്ക് തെളിവുണ്ടാക്കാൻ അവർ കിതാബ് ഓതിയത്? മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രോഗിയായി കിടക്കുന്ന ഘട്ടത്തിൽ പോലും ഓർമ്മ വരുമ്പോൾ ചിലപ്പോഴൊക്കെ നിസ്കാരത്തിന് പോകുന്ന വേളയിൽ അവിടുന്ന് ബോധം കെട്ട് കിടക്കേണ്ടി വന്നിട്ടുണ്ട്. ആ അവസരത്തിൽ പോലും ബോധം തെളിയുമ്പോഴെല്ലാം നമസ്കാരം എന്തായി എന്ന് ചോദിക്കുകയായിരുന്നു. അവസാനം വേച്ച് 2 സഹാബിമാരുടെ ചുമലിൽ കൈയിട്ട് അവിടുന്ന് ആവശ്യമായ നിലക്ക് പോലും പള്ളിയിലേക്ക് നിസ്കാരത്തിന് പോവുകയാണ്, മദീന മസ്ജിദിലേക്ക് ഇറങ്ങുകയാണ്. ആ പോകുന്ന രംഗമൊക്കെ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അവിടുത്തെ പെരുവിരൽ ഇങ്ങനെ മണലിലൂടെ വലിച്ചാ പോകുന്നത്. കാല് ശരിക്ക് നിലത്തുറക്കുന്നില്ല മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ അവസരത്തിൽ പോലും അവിടുന്ന് ജമാഅത്തിന് നമസ്കാരത്തിന് പോയിട്ടുണ്ട്. എന്നിട്ടാണ് ഈ ചങ്ങാതി, ഈ CM മടവൂരമ്മ ലോകത്തെ മുഴുവൻ കൺട്രോൾ ചെയ്യുന്നു എന്ന് പറയുന്ന ഈ പൈശാചികമായ വിശ്വാസത്തിലേക്ക് സമൂഹത്തെ നയിക്കുന്ന ഈ മുസ്ലിയാക്കന്മാര് പറയുന്നത് ഇയാള് നിസ്കരിച്ചില്ല. എങ്ങനെ ഇയാൾ നിസ്കരിക്കുക? ഈ നിസ്കരിക്കാത്ത ഇയാളാണ് ലോകം കൺട്രോൾ ചെയ്യുന്ന മുദബ്ബിറുൽ ആലം. ഇയാൾ എങ്ങനെ നിസ്കരിക്കുക? കാരണം ഇയാൾ നിസ്കരിച്ചിരുന്നൊക്കെ ഒരാളായിരുന്നു. പിന്നീട് ഇയാൾക്ക് ഒരു ഗുരുവിനെ കിട്ടിയതാണ് എല്ലാ പ്രശ്നത്തിന്റെയും തുടക്കം. ആരായിരുന്നു ഗുരു? പുലിമൊയ്തീൻ എന്ന് പറയുന്ന ഒരു ഗുരു ഉണ്ടായിരുന്നു ഇയാൾക്ക്. എന്താണ് ഇയാൾ 3 കൊല്ലം ഈ പുലിമൊയ്തീനും ഇയാളും കൂടെ ഒരു വീട്ടിലിങ്ങനെ, റിയാദ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ വിലായത്തിന്റെ പട്ടം ലഭിക്കുവാനുള്ള പരിശീലനമാണത്. 3 കൊല്ലം തുടർച്ചയായിട്ട്. പുലിമൊയ്തീന്റെ രൂപവും ഭാവമൊക്കെ കേട്ടാൽ തന്നെ നമുക്ക് പേടിയാകും. എന്താണ് അയാളെ പറ്റി പറയുന്നത്? പുലിത്തോല് പുതച്ചാണ് മഹാൻ കോഴിക്കോട് നഗരത്തിൽ കഴിഞ്ഞിരുന്നത് എന്നാണ് അയാളുടെ പുസ്തകത്തിലുള്ളതാ ഇതൊക്കെ. പുലിത്തോല് പുതച്ചാണ് മഹാൻ കോഴിക്കോട് നഗരത്തിൽ കഴിഞ്ഞിരുന്നത്. കോഴിക്കോട് ചില ലോഡ്ജുകളിലായിരുന്നു അത്രേ താമസം.
ചുവന്ന കണ്ണുകളും കൊമ്പൻ മീശയും പ്രഥമ ദൃഷ്ട്യ ആരെയും ഭയപ്പെടുത്തുന്ന ശരീരപ്രകൃതിയുമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ഇതാണ് ഇയാളെ ഉസ്താദ്. CM മടവൂരിന്റെ ഈ ചിറ്റടി മീത്തൽ അബൂബക്കർ മുസ്ലിയാരുടെ ഉസ്താദ് ആരായിരുന്നു? പുലിമൊയ്തീൻ സാഹിബ്. അയാളുടെ പ്രകൃതാണ് പറഞ്ഞത്, കൊമ്പം മീശ, പിന്നെയോ പുലിത്തോലും ധരിച്ച് നടക്കും. അങ്ങനെ ഇയാളുടെ പ്രത്യേകത എന്താണ്? ഈ ഉസ്താദിന്റെ, ഈ ഗുരുവിന്റെ കൂടെ മൊയ്തീൻ സാഹിബിന്റെ ഈ തിരുമുന്നിൽ സുദീർഘമായ ഈ റിയാളയാണ് ശൈഖുന ആരംഭിച്ചത്. ആ കാലഘട്ടത്തിൽ ഇയാൾക്ക് എന്താണ്, 3 വർഷം തുടർച്ചയായി 1/2 ഗ്ലാസ് ചുടുവെള്ളം കൊണ്ട് അത്താഴം, 1/2 ഗ്ലാസ് ചുടുവെള്ളം കൊണ്ട് നോമ്പ് തുറ, നിസ്കാരമൊന്നുമില്ല. അങ്ങനെയായിരുന്നു നോമ്പ് തുറയും അതുപോലെ തന്നെ അത്താഴമൊക്കെ. ആ വിധത്തിൽ ഒരു ഭക്ഷണം വേറെ ഒന്നും കഴിക്കാതെ ജനങ്ങളുമായിട്ട് ഒരിടപെടില്ലാതെ റൂമിൽ തന്നെ അങ്ങനെ കഴിച്ചു കൂട്ടുക. നിങ്ങൾ നോക്കൂ. അപ്പൊ ഈ ഉസ്താദിന്റെ അവസ്ഥ ഇനി കേട്ടോ. മമ്മൂട്ടി മൂപ്പന്റെ വീട്ടിലെ 3 വർഷക്കാലത്തിനിടയിൽ ഒരു ദിവസം മഗ്രിബും ഇശായും മാത്രമാണ് മൊയ്തീൻ സാഹിബ് നമസ്കരിച്ചത്. ആലോചിച്ചു നോക്കൂ നിങ്ങൾ. ഈ CM മടവൂരും ഇയാളും കൂടെ 3 കൊല്ലം ഒരു മമ്മൂട്ടി മൂപ്പന്റെ വീട്ടില് ഈ ഔലിയാ പട്ടത്തിന് വേണ്ടിയുള്ള റിയാദുണ്ടല്ലോ, പരിശീലനം, അതിന് ഇരിക്കുന്ന കാലത്ത് 3 വർഷക്കാലത്തിന്റെ ഇടക്ക് ഉസ്താദായ പുലിമൊയ്തീൻ പോലും അന്ന് നിസ്കരിച്ചിട്ടില്ല. ആകെ നിസ്കരിച്ചത് ഈ 3 കൊല്ലത്തിന്റെ ഇടക്ക് ഏത് മാത്രമാണ്? ഒരു ദിവസം മഗ്രിബ് ഇശയും കൂടി നിസ്കരിച്ചു. അത് തന്നെ നിസ്കരിച്ച കോലം കേട്ടോ. അന്ന് പുതിയ വസ്ത്രങ്ങൾ അണിഞ്ഞ് ഞാൻ ഹറമിൽ ഇമാമ് നിൽക്കുകയാണെന്ന് കൂടെയുള്ളവരോട് പറഞ്ഞുകൊണ്ട് സഊദിയിലെ അസ്തമയം കണക്കാക്കി മഗ്രിബിന്റെ നേരത്താണ് മൊയ്തീൻ സാഹിബ് നിസ്കരിച്ചത്. നോക്കണം നിങ്ങൾ. അന്ന് മൂപ്പര് പുതിയ വസ്ത്രമൊക്കെ അണിഞ്ഞിട്ട് അയാൾ പറഞ്ഞു, എന്ത്, ഞാൻ ഇപ്പൊ ഹറമിൽ ഇമാമുക്കാണ് എന്ന് പറഞ്ഞു എന്ന് മാത്രല്ല, സഊദിയിലെ മഗ്രിബിന്റെ സമയം അസ്തമയം കണക്കാക്കിയിട്ട് മൂപ്പര് ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യാണ്, അന്ന് മഗ്രിബ് നിസ്കരിച്ചു, അന്ന് ഇശയും നിസ്കരിച്ചു. അന്നാണ് ആദ്യമായിട്ട് ശൈഖുന മൂപ്പരെ തുടർന്ന് നിസ്കരിക്കുകയും ചെയ്തു. ഇവരാകെ 3 കൊല്ലത്തിന്റെ ഇടക്ക് ഒരു മഗ്രിബ് ഇശ നിസ്കരിച്ചത്. ഇതാണ് ഉസ്താദ്. ഈ ഉസ്താദിന്റെ അടുക്കൽ നിന്ന് പരിശീലനം നേടിയിട്ടാണ് ഈ ചിറ്റടി മീത്തൽ അബൂബക്കർ മുസ്ലിയാരി എന്ന് പറയുന്ന വ്യക്തി പിന്നീട് പുറത്തു വന്നിട്ട് ലോകത്തിന്റെ കൺട്രോളായി മാറുന്നത്, മുദബ്ബിറുൽ ആലമായി മാറുന്നത്. നോക്കൂ നിങ്ങൾ, ഇവർ പഠിപ്പിക്കുന്നത് എന്ത് ഇസ്ലാമാണ്. എന്നിട്ടും ഇപ്പോഴും ഇവരുടെ മധുഹും പറഞ്ഞ് ഇതൊക്കെ ന്യായീകരിക്കുവാൻ നടക്കുന്ന മുസ്ലിയാക്കന്മാരെ, ലജ്ജയില്ലേ നിങ്ങൾക്ക്? നിങ്ങൾ ആർക്കാണ് തെളിവുണ്ടാക്കുന്നത്? ഈ സാധാരണ ജനങ്ങളെ നിങ്ങൾ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? നിങ്ങളെ എത്രയെത്ര അന്ധവിശ്വാസങ്ങളും അനിസ്ലാമികതകളും ശിർക്കും കുഫറുമാണ് ഈ സമൂഹത്തിന്റെ മുമ്പാകെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ആഖിറത്തെ ഭയമുള്ള ഒരുത്തനുമില്ലേ നിങ്ങളുടെ കൂട്ടത്തിൽ? എത്രത്തോളം അബദ്ധജടിലമായ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ അവസ്ഥ നമ്മൾ കേട്ടില്ലേ? സഹാബാക്കളുടെ അവസ്ഥ നമ്മൾ പഠിച്ചിട്ടില്ലേ? നിസ്കാരം ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരവസ്ഥ. എന്നിട്ടും അവരൊക്കെ വലിയ വലിയ ആളുകളാണ്. അവരൊക്കെ നിസ്കരിച്ച അത്ര ആരാ നിസ്കരിക്കുന്നത് എന്നാണ് ഇവന്മാരൊക്കെ ചോദിക്കുന്നത്. അവര് നിസ്കരിക്കുന്നത് നമ്മൾ കാണുന്നില്ല. അപ്പൊ ഇയാളുടെ കൂടെ റൂമിൽ അങ്ങനെ കഥകടച്ചിരുന്നപ്പോഴും പ്രശ്നമൊന്നുമില്ല. മൂപ്പരപ്പോഴും അവിടെ ഇമാമായിട്ട് ഹറമിൽ നിസ്കരിക്കുന്നുണ്ട് എന്നാണ് ഈ മുദരിസ് എന്ന് പറയുന്ന ആളും വിശ്വസിക്കുന്നത്. ഇയാളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന കുട്ടികളുടെ അവസ്ഥ എന്താണ്? അപ്പൊ ഇതാണ് ഈ സമൂഹത്തിലെ വിവരമുള്ളവരെന്ന് പറയപ്പെടുന്നവരുടെ അവസ്ഥയെങ്കിൽ സാധാരണക്കാരായ ആളുകളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത്തരത്തിലുള്ള മുസ്ലിയാക്കന്മാർ ഉറക്കം നടിക്കുന്നവരാണ്. അവരെ ഉണർത്താനാവില്ല. എന്നാൽ കഥയറിയാതെ ആട്ടം കാണുന്ന കുറെ പാവങ്ങളുണ്ട്. അവരെ ഉദ്ദേശിച്ചുകൊണ്ട് പറയട്ടെ, ഈ കൂടാരത്തിൽ നിന്ന്, ഇത്തരത്തിലുള്ള ശിർക്കിന്റെയും ബിദ്അത്തിന്റെയും അന്ധവിശ്വാസങ്ങളുടെയും കൂടാരത്തിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് മഹാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മഹാമാതൃകാ മനുഷ്യനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ഇസ്ലാമികമായ കാര്യങ്ങളെ വിശ്വസിക്കുക, ഉൾക്കൊള്ളുക, പ്രയോഗത്തിൽ വരുത്തിക്കൊണ്ട് റബ്ബിനോട് തേടുക. സ്വർഗം ലഭിക്കും, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. അതിനുള്ള ശ്രമങ്ങളിൽ നമ്മൾ ഏർപ്പെടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരറിയുവാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ സമൂഹത്തെ ഇതുപോലെയുള്ള ഇന്റർവ്യൂകളും യാത്രകളും ഒക്കെ ആക്കിക്കൊണ്ട് സമൂഹത്തിന്റെ മുമ്പിൽ അന്ധവിശ്വാസങ്ങൾ വാരി വിതറിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അല്ലാഹു ഹിദായത്ത് കൊടുക്കുമാറാകട്ടെ. അവർക്ക് അല്ലാഹു ഹിദായത്ത് ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ അവരെ കൊണ്ടുണ്ടാകുന്ന ശർറിൽ നിന്ന് ഈ സമുദായത്തെ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ.